കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള മുട്ട ചേർക്കാത്ത മുട്ടയപ്പമാണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതിനായിട്ട് 1 കപ്പ് പച്ചരി 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്തതാണ്. വെള്ളമെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നമ്മളെടുക്കുന്ന പച്ചരിയുടെ അളവിൻ്റെ പകുതി നന്നായിട്ട് വേവിച്ച ചോറ് തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ചൂടുള്ള ചോറ് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ടുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദോശയ്ക്കൊന്നും അരയ്ക്കണ പോലെ അരിയുടെ മേലെ വെള്ളമൊന്നും ഒഴിച്ച് അരച്ചെടുക്കരുത്. അരിയുടെ താഴെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. ഇത് കറക്റ്റായിരുന്നു എനിക്ക്. ഇനി മിക്സിയുടെ ജാർ അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ചെറിയ തരി ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നോക്കൂ, ഇതേപോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. എന്നാൽ കട്ടി പാടില്ല, എന്നാൽ കൂടുതൽ വെള്ളമാവാൻ പാടില്ല. ഇതിൽ ഉപ്പെല്ലാം കറക്റ്റായിരുന്നോ ഇല്ലെങ്കിലൊക്കെ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം കേട്ടോ. എടുത്തു വെക്കേണ്ട ഒരാവശ്യമില്ല. ഉടനെ അരച്ചെടുത്ത ഉടനെ തന്നെ ഒരു ചട്ടി ചൂടാക്കി എടുക്കണം. അത് ഒരു കുഴിഞ്ഞ ചട്ടി വേണം കേട്ടോ. അതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം. ഇത് ഓരോന്ന് മാത്രമേ ചുട്ടെടുക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതേപോലെ ഓരോ കയ്യിൽ മാവ് മുക്കി ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിടുമ്പോഴേക്കും ഇത് മാവ് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും. മുട്ടയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം വെച്ചിരുന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിടണം. ഇപ്പം തന്നെ പോയി ഇളക്കി കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടി പോകും കേട്ടോ. അതാ ഒന്ന് നോക്കിയിട്ട് പതുക്കെ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിടണ്ട കേട്ടോ. ഒരു ഭാഗം കരിയും ഉള്ളിൽ മാവ് വേവാതിരിക്കും. അത്യാവശ്യം ഒന്ന് മൂത്ത് വരട്ടെ. ഒരു ഗോൾഡൻ കളറൊക്കെ ആവുമ്പോൾ, കൂടുതൽ മൊരിയേണ്ടവർക്ക് നന്നായിട്ട് ഗോൾഡൻ കളർ ആക്കണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിതാ ഇതേപോലെയാണ് എടുത്തിട്ടുള്ളത്. നല്ല എളുപ്പമല്ലേ, നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കതിലെ എണ്ണയൊക്കെ വാർന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേപോലെ ഓരോ കയ്യിലും മാവും ഒഴിച്ച് ചുട്ടെടുക്കട്ടെ കേട്ടോ. കൂട്ടുകാരെ, ഈ സമയം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതേപോലെ എല്ലാം ഞാൻ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, വളരെ ഈസിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടയപ്പമാണ്. കറിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.